ഗുരു എന്ന് പറയുമ്പോൾ ഈ നോബഡി, അതാണ് ഈ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ചത്. യഥാർത്ഥത്തിൽ കണ്ണാടി പ്രതിഷ്ഠ ഗുരുവാണ്. ഒരു ഗുരു സമ്പൂർണനായി ഒഴിഞ്ഞിരിക്കുന്ന, മനസ്സ് മൊത്തം മാറ്റിയിരിക്കുന്ന ഒരു ഗുരു എപ്പോഴും ഒരു മിററാണ്. നമുക്ക് ഗുരുവിൽ ചെല്ലുമ്പോൾ നമ്മുടെ അൺകോൺഷ്യസിൽ നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ അൺകോൺഷ്യസ് നമുക്ക് ഗുരുവിൽ കാണാമായ കാര്യങ്ങൾ അകത്തിരിക്കുന്നത് പലർക്കും അറിയാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഓഷോയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ചോദിക്കേണ്ടത്, ഓഷോയുടെ കാര്യമൊക്കെ എന്തിനാണ് താങ്കളൊക്കെ പറയുന്നത്? ഇതൊക്കെ സ്പിരിച്വലായിട്ട് സംസാരിക്കുമ്പോൾ അതൊക്കെ എന്തിനാണ് നിങ്ങൾ പറയാം? ഇപ്പോൾ അയൽവാസികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ സുഗതമ്മാവനോട് ഞാൻ സംസാരിക്കുമ്പോൾ സുഗതമ്മാവനെ സംബന്ധിച്ച് സുഗതമ്മാവൻ്റെ പേഴ്സണൽ ഗുരുവുമായിട്ട് അത്രയ്ക്ക് ബന്ധമാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ട് അത്രയ്ക്ക് പേഴ്സണലായിട്ടുള്ള ഒരു അടുപ്പത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ശിവരാമൻജിയോട്, ഈ ഗുരു മനസ്സിന് എതിരാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വളർന്നിരിക്കണം. അതായത് മനസ്സിനെ നിരാകരിച്ചുകൊണ്ട് ആ സത്യത്തിലേക്ക് പരിണമിക്കാൻ നമ്മൾ വളർന്നില്ലെങ്കിൽ ഗുരുവിന് മനസ്സെതിരാണ്. മനസ്സെപ്പോഴും ഗുരുവിന് എതിരായിട്ട് വരാനും, അപ്പോൾ നമുക്ക് മനസ്സിൻ്റെ അടിഞ്ഞുകൂടിയിരിക്കുന്ന സകല അൺകോൺഷ്യസ് ടെൻഡൻസികളെയും വാസനകളെയും അതിൻ്റെ ചിന്തകളെയും ജലസികളെയും ഹിപ്പോക്രസികളെയും പരാതികളെയും ഇതിനെല്ലാം കണ്ട് ഈ സദ്ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഇതിനെ കണ്ട് ആ സദ്ഗുരുവിൻ്റെ വെളിച്ചം കൊണ്ട് നമ്മൾ വേർതിരിഞ്ഞോളും. ചിത്തവൃത്തികളിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ എനർജി മൊത്തം പോയിരിക്കുമ്പോൾ എങ്ങനെ ഈ കാഴ്ച ഉണ്ടാവും? ഇപ്പം ഞാൻ കാണണമെന്നുള്ളതല്ല, ഒരു വ്യക്തി, ഞാനും ഈ ചിത്തവൃത്തികളുടെ ഭാഗമാണ്. ഈഗോ ആയിട്ടുള്ള ഞാനും ഈ ചിത്തവൃത്തികളുടെ ഭാഗമാണ്. ആ ഞാൻ കണ്ടിട്ട് കാര്യമില്ല. ഈ ഞാനിന് തന്നെയാണ് ഓരോ സമയത്തും ജലസിയും ഗ്രീഡും വയലൻസും ദേഷ്യവും പകയും കാമക്രോധ ലോഭങ്ങളും എല്ലാം വരുന്ന ഈ ഞാൻ തന്നെയാണ് ഓരോ സമയത്തും. അപ്പോൾ ഈ ഞാൻ കണ്ടിട്ട് കാര്യമില്ല, ഈ ഞാനും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ കോൺഷ്യസ്നെസ്സിൽ ഹോളായിട്ടുള്ളൊരു പെർസെപ്ഷൻ ഉണ്ടാവും എന്ന്. അതായത് ഈ ഫാൾസ് ഞാൻ എല്ലാം പോയി കഴിയുമ്പോൾ, പിന്നെ ആ ഫോൾസ് ഞാൻ എല്ലാം പോയി കഴിയുമ്പോൾ, ഇപ്പോൾ ചില യോഗികളൊക്കെ ചെയ്യുന്ന പോലെ കംപ്ലീറ്റ് സമാധി ആയി കഴിഞ്ഞാൽ അവിടെ ഗുരു ഇല്ലെങ്കിൽ ഈ ശൂന്യതയിലാണ് പോകുന്നത്, ശൂന്യതയിൽ മനസ്സിലയിക്കുന്നു. അപ്പോൾ ഗുരു ഉള്ളവനെ സംബന്ധിച്ച് മൈ ഫാദർ ആൻഡ് ഐ, ആ ഫാദർ ഗുരു ട്രൂ ആയിട്ടുള്ള ഐ, ഇത് ഒന്നായിട്ട് ചേരാനുള്ള ഒരവസരം. അപ്പോൾ ആ ഗുരുവിലേക്ക്, സത്യമായിട്ടുള്ള ആ പരമ്പൊരുളിലേക്ക് ലയിച്ചു ചേരാനുള്ള സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രീ ഇങ്ങനെ പറയുണ്ടായി, നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവായിട്ടൊക്കെ നമുക്ക് ജീവിക്കണം, അല്ലെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ഒക്കെ ആവണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു കോൺഷ്യസ്നെസ്സിൽ നമുക്ക് ഇതുവരെ അടിഞ്ഞുകൂടിയിട്ടുള്ള എല്ലാ അറിവുകളിൽ നിന്നും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ള കണ്ടന്റിൽ നിന്ന് നമ്മൾ മോചിതരാകണം എന്നിങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലൂടെ നടക്കുന്ന എല്ലാ ചിന്തകളും പ്രവൃത്തികളും നമ്മളത് കാണണം. അങ്ങനെ നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെ നമ്മളത് കാണുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മോചിതരാകും. അപ്പോഴാണ് നമ്മുടെ ആ ഒരു റിയൽ ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിൻ്റെ ആ ശക്തി നമുക്ക് കിട്ടുന്നതും നമ്മുടെ ജീവിതത്തിലേക്ക് സക്സസ് ഒക്കെ വരാനും ഒക്കെ വഴി ഇതാണെന്ന് ശ്രീ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് ശ്രീ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ ഇങ്ങനെയുള്ള സ്പിരിച്വലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ റെലവൻസ് എന്താണെന്നറിയില്ല, ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് അവർക്ക് നടപ്പാക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് അവർ ചിലപ്പോൾ ചിന്തിക്കാം. കാരണം ഇപ്പോൾ വലിയ യോഗികളും ഋഷിമാരും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ പ്രാക്ടീസാണ് യഥാർത്ഥത്തിൽ ശ്രീ പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവും? അതായത് നമ്മളെപ്പോലെ ഈ സാധാരണ ഒരു ജീവിതം, അതായത് മണ്ടെയിൻ ലൈഫിൽ ഇരിക്കുന്നവർക്ക് അപ്പോൾ ഈ സ്പിരിച്വൽ മെത്തേഡ്സ് ഒക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ശ്രീ ഒന്ന് ക്ലിയർ ചെയ്താൽ കൊള്ളായിരുന്നു. സദ്ഗുരുവേ ശരണം. ഇപ്പോൾ ഇതുപോലെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള സ്പിരിച്വൽ മെത്തേഡ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ, പൊതു സമൂഹത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് ആവശ്യമുണ്ടോ, ഇതൊത്തിരി ഓവർ സ്പിരിച്വാലിറ്റി ആയി പോകുമോ എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ നമ്മൾ ഈ കേട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റി എന്നും പറഞ്ഞ് നമ്മൾ പല രീതിയിലുള്ള മെത്തേഡ്സൊക്കെ ഫോളോ ചെയ്ത് പരിണമിച്ച് വരുമ്പോൾ റിയൽ ആയിട്ടുള്ളൊരു വശം, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ
നമ്മൾ നിന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് സംശയങ്ങളോ പരാതികളോ അല്ലെങ്കിൽ ഒരുപാട് പലതരത്തിലുള്ള വൈഷമ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന പല വ്യക്തികളോട് സംസാരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലാരിറ്റിയും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയതും ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് ഏറ്റവും അഡ്വാൻസ് ആണെന്ന് തോന്നുമ്പോൾ അത് അങ്ങനെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു വശം ഇതിൽ ഒളിച്ചിരിപ്പുണ്ട്. എന്നാൽ ഇത് വളരെ നോർമലായിട്ടുള്ള വളരെ നാച്ചുറലായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ്. ഇത് ഒരേ സമയം ഏറ്റവും അഡ്വാൻസ് ആയിട്ട് തോന്നുമെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഈ കഥാർസിസും ഈ ഒരു സമ്പൂർണ്ണമായ കാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഇത് ഏറ്റവും അഡ്വാൻസ് ആയിട്ട് തോന്നുമ്പോൾ ഇത് ഏറ്റവും നാച്ചുറലായിട്ടുള്ള നോർമലായിട്ടുള്ള ഒരു സ്റ്റേറ്റും ഏറ്റവും ലളിതമായിട്ടുള്ള കാര്യവുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്കിത് ഏറ്റവും അഡ്വാൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും കുഴപ്പം പിടിച്ചതായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മനുഷ്യരാശിയുടെ ഒരു മനസ്സ്, ഒരു വ്യക്തിയുടെ എന്നുള്ളതല്ല, നമ്മുടെ ഒരു മനസ്സ് പരിണമിച്ച് വന്നിരിക്കുന്ന ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെയധികം അൺനാച്ചുറലായിട്ടുള്ള ചിത്തവൃത്തികളിലൂടെ തോട്ട് പ്രോസസ്സുകളിലൂടെ നമ്മളിങ്ങനെ പരിണമിച്ച് വന്നതുകൊണ്ട് നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ ഹിഡൻ ആയിട്ട് ഒരുപാട് നമ്മളിപ്പോൾ പുറമേക്ക് നമ്മുടെ കോൺഷ്യസ് ലെവലിൽ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് തലങ്ങളിൽ നമുക്ക് പോലും അറിയാത്ത നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഹിഡൻ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ചിത്തവൃത്തികളാണ് സത്യം പറഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുന്നത്, ഓരോ വ്യക്തികളെയും. അപ്പോൾ ഈ ഹിഡൻ ആയിട്ട് നമുക്ക് പോലും കാണാൻ പറ്റാത്ത നമ്മുടെ മനസ്സിൻ്റെ ഈ തലങ്ങൾ നമ്മളെ നിയന്ത്രിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാട് അൺനാച്ചുറലായിട്ടുള്ള പ്രശ്നങ്ങളിൽ മുങ്ങിത്താഴ്ന്നാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ആ അൺനാച്ചുറലായിട്ടുള്ള നമ്മൾ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ് നേടിയൊക്കെ വെച്ചിരിക്കുന്ന ഈ അറിവുകളിൽ നിന്നെല്ലാം മോചിപ്പിച്ച് നമ്മളെ നോർമലാക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് വളരെ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും, അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. എല്ലാവരും ആ രീതിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് ശാന്തിയിലേക്കും അല്ലെങ്കിൽ സമാധാനത്തിലേക്കും ഒക്കെ ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഓരോരുത്തർക്കും വേണ്ട ലൈഫിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യന് ഇത്രമാത്രം കാപട്യമുള്ള, അതായത് ഈ കാപട്യവും കപടതയെന്നൊക്കെ പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും വിഷമം. ഇത് പേഴ്സണലായിട്ട് എടുക്കാൻ വേണ്ടിയല്ല, ഇത് മനുഷ്യരാശിയുടെ ഒരു പരിണാമത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ എത്ര വളരെ നല്ലതെന്നും വളരെ സാത്വികമെന്നും കരുതുമ്പോഴും ഈ താമസികമായ കാര്യങ്ങൾ അകത്തിരിക്കുന്നത് പലർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഓഷോയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ചോദിക്കേണ്ടത്, ഓഷോയുടെ കാര്യമൊക്കെ എന്തിനാ താങ്കളൊക്കെ പറയുന്നത്, ഇതൊക്കെ സ്പിരിച്വലായിട്ട് സംസാരിക്കുമ്പോൾ അതൊക്കെ എന്തിനാ നിങ്ങൾ പരാമർശിക്കുന്നത്, ആൾക്കാരെ വഴിതെറ്റിക്കാനെന്നൊക്കെ ചോദിക്കേണ്ടത്. അപ്പോൾ ഈ ഓഷോ എന്നൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ്സ് സ്വീകരിച്ചത്? കാര്യം മനുഷ്യൻ്റെ മനസ്സ് ഇത്രമാത്രം അടഞ്ഞിരിക്കുന്ന കൺഫ്യൂഷനും ഈ മിസറികളും കാപട്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞ മനഃപൂർവ്വം അല്ല, പെരുമാറി ഈ കാപട്യ സ്വഭാവങ്ങളിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടഞ്ഞിരിക്കുമ്പോൾ സെക്ഷുവലായിട്ടുള്ള ഡിസയറുകളും എല്ലാം കടിച്ചമർത്തപ്പെട്ട് പല രീതിയിലുള്ള കുഴപ്പങ്ങളിലിരിക്കുമ്പോൾ ഒരു കഥാർസിസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഇതൊരു കഥാർസിസ്, സമ്പൂർണ്ണമായിട്ടൊരു അഴിച്ചുപണി നടത്തിയേ പറ്റൂ. മനുഷ്യൻ്റെ എല്ലാ ഉള്ളിൽ കിടക്കുന്ന അഴുക്കുകളെയും പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ. ആ അകത്തോ അടിഞ്ഞുകൂടി കിടക്കുന്ന സകലത്തിനെയും പുറത്ത് കൊണ്ടുവന്ന് ഇളക്കി മറിച്ചേ പറ്റൂ. ഇപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ചിന്തകരും ഇപ്പോൾ ഈ സമൂഹത്തിലുള്ള നമ്മുടെ ഇപ്പോൾ ഒരു പുതിയ രീതിയിലുള്ള ഒരു കമ്പാഷനും അഭിനയവും ഒരു സോഷ്യൽ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന കുറേ എഴുത്തുകാരും അല്ലെങ്കിൽ കുറേ റിപ്പോർട്ടർമാരും ഒക്കെ ഓഷോയെക്കുറിച്ച് പറഞ്ഞത് വെച്ചുകൊണ്ട് ചിലർ വളരെ ഇത് നെഗറ്റീവാണ്, അദ്ദേഹം എക്സ്പ്ലോയിറ്റ് ചെയ്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ എക്സ്പ്ലോയിറ്റ്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന മെത്തേഡാണ്, മുള്ളിനെ മുള്ളുകൊണ്ടേ എടുക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു നടത്തിയിരുന്നത് സ്പിരിച്വലായിട്ട്. കാര്യം മനുഷ്യനെ ഈ കഥാർസിസിലൂടെ കടത്തിക്കൊണ്ടുപോയി മനുഷ്യൻ്റെ അൺകോൺഷ്യസിൽ ഒളിഞ്ഞിരിക്കുന്ന സകല മാലിന്യങ്ങളും പുറത്തു കൊണ്ടുവന്ന് ക്ലീൻ ആക്കി അതിനുശേഷം മാത്രമേ ഈ മെഡിറ്റേഷനിലേക്കൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ ജിദ്ദു കൃഷ്ണമൂർത്തിയൊക്കെ പറയുന്ന ആ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് സീയിങ് ഒക്കെ നടത്തണമെങ്കിൽ അത്രമാത്രം അഴുക്കിൽ നിന്ന് മോചനം നേടണമെന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ മെത്തേഡോ അല്ലെങ്കിൽ ജിദ്ദു കൃഷ്ണ ആരുടെയും മെത്തേഡ്സിനെ ഫോളോ ചെയ്യാനല്ല പറയുന്നത്. ഞാൻ പറയുന്നത് സ്വയം ഇത് കണ്ട് തിരിച്ചറിയൂ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കൂ. ഇപ്പോൾ ഓഷോയെക്കുറിച്ച് പറയുമ്പോൾ പലരും ഈ സെക്സ് ഗുരു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിരികം ചൊളിച്ച് അയ്യേ എന്താ ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പല കാര്യങ്ങളെ കാണുമ്പോഴും എത്രമാത്രം നമ്മൾ അയ്യേ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അത്രയും നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിലിരിക്കുന്നതുകൊണ്ടാണ്. ആരാണോ എന്ത് കാര്യം കേൾക്കുമ്പോഴും എത്രമാത്രം ഈ പിരികം ചൊളിച്ച് അയ്യേ നെഗറ്റിവിറ്റി മറ്റതെന്നൊക്കെ പറഞ്ഞ ഒരു ദേഷ്യവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയലൻസ് ഒക്കെ കാണിക്കുമ്പോൾ അത് അവനവൻ്റെ ഉള്ളിൽ അൺകോൺഷ്യസിൽ കെട്ടിക്കിടക്കുന്ന ഈ നെഗറ്റിവിറ്റിയെ സ്വന്തം മനസ്സിൽ കാണുമ്പോൾ
അതിൻ്റെ ഒരു റിയാക്ഷൻ കാരണമാണ് പലരും ഈ എത്രമാത്രം അപലപിക്കുന്നു, ഓരോ കാര്യങ്ങളിൽ എത്രമാത്രം ഓരോരുത്തർ അപലപിക്കുമ്പോൾ അത് ഉള്ളിൽ കിടക്കുന്ന നെഗറ്റിവിറ്റി ചെറുതായിട്ട് ഫേസ് ചെയ്യുമ്പോൾ അത് ആരും അറിയാതിരിക്കാനും സ്വയം അറിയാതിരിക്കാനും താൻ അങ്ങനെയല്ല താൻ ഇങ്ങനെയാണെന്ന് ബോധിപ്പിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു ബോധപൂർവമായ പരിശ്രമമാണ് ഈ അപലപിക്കൽ. അപ്പം യഥാർത്ഥമായിട്ട് ഉള്ള ഒരു ജ്ഞാനവശത്ത് തെളിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒന്നും അപലപിക്കാനില്ല. കാരണം ഈ പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എന്തിനേയും സ്വീകരിക്കുക, അല്ലെങ്കിൽ എന്തിനേയും സ്വീകരിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോവുക എന്നുള്ളതല്ലാതെ അപലപിച്ചിട്ടും ബഹളം വെച്ചിട്ടും റിയാക്ഷൻ കാണിച്ചിട്ടും ഇതെല്ലാം ഒരുതരം ആൻറ്റി റിയാക്ഷനാണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. അപ്പോൾ ഈ പല കാര്യങ്ങളിലും വളരെ സാത്വികത ചമഞ്ഞ് ഈ റിയാക്ഷനൊക്കെ നടത്തുന്നവരുടെ ഉള്ളിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഹിപ്പോക്രസി, നമുക്ക് പോലും ഫേസ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ കുഴപ്പങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ കണ്ടിട്ടില്ല, കാണാതെയാണ് നമ്മൾ ഓരോന്നിനെ കുറിച്ചും ജഡ്ജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സമ്പൂർണ്ണമായ ഒരു കാഴ്ച വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഓഷോയെ കുറിച്ച് പറയുമ്പോൾ ഓഷോ ഒരിക്കൽ പറയുകയുണ്ടായി, ഐ ആം നോബഡി, അതുകൊണ്ട് തന്നെ ഐ ആം ലൈക്ക് എ മിറർ. അപ്പോൾ ഞാൻ നോബഡിയാണ്, അദ്ദേഹം നോബഡി എന്ന് പറയുന്ന ആ സമ്പൂർണ്ണമായ ഒരു ശൂന്യ ഭാവത്തെ, മനസ്സിൻ്റെ ഒഴിഞ്ഞ ഒരു ഭാവത്തെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം നോബഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മിററാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലർ പറഞ്ഞു സെക്സ് ഗുരു. അപ്പോൾ എന്താണ് ഈ സെക്ഷുവലായിട്ടുള്ള തോട്ട്സും മറ്റ് രീതിയിലുള്ള സപ്രസ് ചെയ്ത് വെച്ചേക്കുന്ന, അകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന അതുപോലുള്ള മനുഷ്യർ അദ്ദേഹത്തെ സെക്സ് ഗുരു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട് തങ്ങൾ പരിശുദ്ധ ആത്മാക്കളാകാനുള്ള ഒരു പരിശ്രമം, മനസ്സിൻ്റെ ഒരു പരിശ്രമമാണ്, മനഃപൂർവ്വമല്ല. ഓരോ ജന്മങ്ങളിലും മനസ്സ് ഓരോന്നിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ പൊളാരിറ്റി മാറി മാറി ജനിക്കുകയാണ്. അപ്പോൾ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്, നമ്മളെല്ലാം എതിർക്കുന്നതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നു. ഇപ്പോൾ മൻമോഹൻ സിംഗ് പറഞ്ഞു അദ്ദേഹം ഒരു ഇൻ്റലക്ച്വലാണ്. അപ്പോൾ ഓഷോ ഈസ് എ ഹൈലി ഇൻ്റലിജൻറ്റ് മാൻ ഇൻ ഇന്ത്യ, ഫ്രം ഇന്ത്യ എന്ന്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലുള്ള വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മൻമോഹൻ സിംഗിനെ പോലെ ഒരു ബുദ്ധിജീവി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മിററാണ്. ഖുഷ്വന്ത് സിംഗ് വളരെയധികം സാഹിത്യകാരനാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വളരെയധികം ഒരു സാഹിത്യകാരനാണ്, ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സാഹിത്യകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ റിഫ്ലക്ഷനാണ്. അങ്ങനെ ബുദ്ധന്മാർ അനേകം ഈ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തെ ഒരു സ്പിരിച്വൽ ഗുരുവായിട്ടൊരു ബുദ്ധനായിട്ട് കണ്ടു. അപ്പോൾ ഓരോരുത്തരുടെയും അവനവൻ്റെ മനസ്സിൻ്റെ മിററാണ് ഒരു ഗുരു. അത് കറക്റ്റാണ്. അപ്പോൾ ഗുരു എന്ന് പറയുമ്പോൾ ഈ നോബഡി, അതാണ് ഈ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ചത്. യഥാർത്ഥത്തിൽ കണ്ണാടി പ്രതിഷ്ഠ ഗുരുവാണ്. ഒരു ഗുരു സമ്പൂർണ്ണനായി ഒഴിഞ്ഞിരിക്കുന്ന, മനസ്സ് മൊത്തം മാറ്റിയിരിക്കുന്ന ഒരു ഗുരു എപ്പോഴും ഒരു മിററാണ്. നമുക്ക് ഗുരുവിൽ ചെല്ലുമ്പോൾ നമ്മുടെ അൺകോൺഷ്യസിൽ നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ അൺകോൺഷ്യസ് നമുക്ക് ഗുരുവിൽ കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു ജീവിതം പരിശോധിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാ നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമായിട്ടും ഒക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഗുരു എന്നെ രക്ഷിച്ചില്ല, അല്ലെങ്കിൽ ഗുരു ഇത് പരീക്ഷിക്കുന്നതാണോ, അല്ലെങ്കിൽ ഗുരുവാണോ ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ മനസ്സ് ഗുരുവിനെയാണ് അവിടെ കാണിച്ചു തരുന്നത്. അതേസമയം എല്ലാ പോസിറ്റീവായിട്ടുള്ള അനുഭവം വരുമ്പോഴും, ആത്മീയമായിട്ടുള്ള തിരിച്ചറിവ് വരുമ്പോഴും അത് നമുക്ക് ഗുരുവാണ് എനിക്കിത് തുറന്നു തന്നത്, അതായത് ഗുരുവാണ് ഇതെല്ലാം തെളിച്ചു തന്നതെന്നും ഗുരുവാണ് എല്ലാ നെഗറ്റീവിലൂടെയും കടത്തിക്കൊണ്ടു പോകുന്നതെന്നും ഒക്കെ നമുക്ക് തോന്നുകയാണ്. അപ്പോൾ എന്താണ്, ഈ ഗുരു നമ്മുടെ മിററാണ്. അപ്പോൾ ഈ ഗുരു, പല ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഗുരുവിനെ കുറിച്ച് പല രീതിയിലുള്ള കഥകൾ പറയുന്നു, പല രീതിയിൽ സംശയിക്കുന്നു, പല രീതിയിലൊക്കെ പറയുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ അൺകോൺഷ്യസ് മൈൻഡ് കാണിച്ചു തരുന്നതാണ്. നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ഗുരുവിനെ വിശ്വസിച്ച് കൊണ്ട് പോകുമ്പോൾ ആദ്യകാലത്ത് തുടക്കത്തിൽ അതൊരു വളരെ ഒരു സ്നേഹമായിട്ട് നല്ല രീതിയിലൊക്കെ ഉള്ളൊരു ബന്ധമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അടുത്ത തലത്തിലേക്ക് കടക്കുമ്പോൾ ഗുരു ഈസ് ലൈക്ക് ആൻ എനിമിയാണ്. ഗുരു ഒരു ശത്രുവിനെ പോലെയാണ്. എന്തുകൊണ്ടാണ്? ഈ മനസ്സിന് ഗുരു ശത്രുവിനെ പോലെയാണ്. ജീവനെ സംബന്ധിച്ചാണ് പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ഇത്ര അഗാധമായ ഡീപ്പായിട്ടുള്ളൊരു സ്നേഹബന്ധം നിലനിൽക്കുന്നത്. മനസ്സിനെ സംബന്ധിച്ച് ഗുരു ശത്രുവാണ്. കാര്യം മനസ്സിനെ ഉന്മൂലനം ചെയ്ത്, മനസ്സിൽ നിന്ന് മോചിപ്പിച്ച്, മനസ്സിനെ നിഷ്കാസനം ചെയ്ത് പൂർണ്ണമായി സ്വതന്ത്രമാക്കി ആ ജീവബോധത്തിലേക്ക് ഉണർത്തുന്ന ഗുരു മനസ്സിനെ സംബന്ധിച്ച് ശത്രു ആയതുകൊണ്ട് പലരെ സംബന്ധിച്ച് ആദ്യത്തെ ആ ഒരു തുടക്കത്തിൻ്റെ ഫേസ് കഴിഞ്ഞ പല വ്യക്തികളെ സംബന്ധിച്ച് ഗുരു ശത്രുവിനെ പോലെ തോന്നും. എല്ലാ നെഗറ്റിവിറ്റിക്കും അല്ലെങ്കിൽ എല്ലാ നമ്മുടെ ജീവിതത്തിലുള്ള കുഴപ്പങ്ങളും ചിലപ്പോൾ നമ്മൾ ഗുരുവിൽ ആരോപിച്ച് നമ്മുടെ മനസ്സ് കാണിച്ചു തരും, മനസ്സ് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു തരുന്ന ആ മനസ്സിനെ കണ്ടുകൊണ്ടും, കാര്യം നമ്മൾ ഗുരു എന്ന് പറയുന്ന ആ സ്നേഹം അല്ലെങ്കിൽ ഗുരുവും നമ്മൾ ജീവാത്മാവും തമ്മിലുള്ള ഈ കരാറിനെ കുറിച്ച് ആദ്യമേ മനസ്സിലാക്കി
ഈ ഗുരു എന്ന് പറയുന്ന ഈ ശാസ്ത്രം അല്ലെങ്കിൽ ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെയൊക്കെ ഈ ശാസ്ത്രം ആദ്യമേ മനസ്സിലാക്കി. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഈ മനസ്സ് കളിക്കും, ഗുരുവിനെ സംശയിക്കും, അല്ലെങ്കിൽ ഗുരുവിനെ ശത്രുവായിട്ട് കാണും. അങ്ങനെ കാണുമ്പോൾ ആ ശത്രുവാകുന്ന മനസ്സിനെ കണ്ടുകൊണ്ട് മനസ്സിനെ നിരാകരിച്ചുകൊണ്ട് വേണം ഗുരുവുമായിട്ട് പരിണമിക്കാൻ. അങ്ങനെ ആ സ്നേഹബന്ധത്തിലൂടെ പടിപടിയായി ഓരോ അവസ്ഥകൾ കടന്നു വേണം പരിണമിച്ച് പോകേണ്ടതെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പലരും പല സമയത്തും പാതി വഴിയിൽ ഈ ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്ന് സ്പ്ലിറ്റായി പോകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫൗണ്ടർ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഗുരു ഒരു ആശ്രമ സ്വഭാവത്തിലൊരു തുടക്കം സൃഷ്ടിച്ചതുകൊണ്ട് ഈ ആദ്യകാലത്ത് ഇപ്പോൾ ഓഷോയെക്കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഒരു പ്രചാരവേലയായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ കൃഷ്ണമൂർത്തിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു പ്രചാരവേല. ഒരർത്ഥത്തിൽ ആക്ച്വലി ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പ് ആൾക്കാരെ ആകർഷിക്കാനും എന്നാൽ ഇതിലേക്ക് വരാൻ പാടില്ലാത്തവരെ വരാതിരിക്കാൻ, അവരെ എതിർത്ത് അവരെ അങ്ങ് മാറ്റാനും വേണ്ടിയാണ് അവരുടെ ഈ ടെക്നിക്ക്. അതായത് ഇപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ സെക്സ് ഗുരു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരെ ഇവിടെ വരാൻ പാടില്ലാത്തവർ വരാതിരിക്കാനുള്ള ഒരു സൂത്രവും കൂടെയാണ്. ഒരു ടൈപ്പ് ആൾക്കാരെ ആകർഷിക്കാനായിട്ട് പറയുമ്പോൾ ഒരു ടൈപ്പ് ആൾക്കാർ ഇത് വരരുത്, കാര്യം അവരവിടെ വന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ഓഷോ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, അദ്ദേഹം ജൈന മതത്തിലായിരുന്നുകൊണ്ട് ഈ ജൈന സ്വഭാവത്തിലുള്ള കുറേ ആൾക്കാർ അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവർ വന്നിരിക്കുന്ന വേറെ ഉദ്ദേശത്തിലാണ്. ഇവരൊരിക്കലും അദ്ദേഹം പറയുന്ന ഈ ഒരു മെഡിറ്റേഷൻ്റെ ആ ഒരു വശം മനസ്സിലാക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം മഹാവീരനെ ഇങ്ങനെ തെറി വിളിക്കാൻ തുടങ്ങി, ചീത്ത വിളിക്കാനും അധിക്ഷേപിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഈ ജൈന മതത്തിലുള്ളവരെല്ലാവരും അങ്ങ് പോയി. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഗുരുവിൻ്റെ വളരെ ആദ്യ കാലഘട്ടത്തിൽ എൻ്റെ അമ്മ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ രോഗങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് ഇഷ്യൂസൊക്കെ ആയിട്ടൊക്കെ വന്ന വ്യക്തികൾ ആത്മീയമായ ഒരു പരിണാമത്തിലേക്ക് താല്പര്യപ്പെടുന്നില്ല, അവരൊക്കെ അങ്ങ് പോട്ടെ അല്ലെങ്കിൽ അവർ പോകും എന്ന് ഗുരു പറഞ്ഞതായിട്ടും പലരും ഈ പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോഴും ഗുരു എതിർക്കാതിരുന്നതും ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ആത്മീയമായ പരിണാമത്തിലേക്ക് വികസിച്ച് വരാൻ തയ്യാറാകാത്തവരെ സംബന്ധിച്ച് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു രീതിയിൽ അതിനെ മനസ്സിലാക്കി എടുക്കാത്തവർക്ക് ചിലപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഏതായാലും ഇപ്പോൾ ആദ്യകാലത്ത് ഗുരു എല്ലാവരെയും വളരെ സ്നേഹമായിട്ടൊരു പരമ്പര സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സ്നേഹബന്ധത്തിൽ അടുപ്പിച്ച് നിർത്തുകയാണ് ഉണ്ടായത്. എന്നാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഡിസൈപ്പിൾസിനെ മാത്രമാണ് ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ അനുസരണ സ്വഭാവത്തിൽ തിരുത്തി ആ ഒരു കഥാർസിസ് നടത്തി മനസ്സിൻ്റെ ഒരു പരിവർത്തനം നടത്തുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ആ രീതിയിൽ ഗുരു ശിഷ്യ ബന്ധത്തിൽ പെരുമാറിയിട്ടുള്ളത്. മറ്റു പൊതു സമൂഹത്തെ എല്ലാം വളരെ സ്നേഹമായിട്ട് അടുപ്പിച്ച് നിർത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ അന്നത്തെ കാലത്തുള്ള പല വ്യക്തികളോടും ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് ഗുരുവിനോടുള്ള ഒരു സ്നേഹത്തിനെക്കുറിച്ച് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഇപ്പം ഞാൻ നമ്മുടെ ഒരു കൊച്ചു പ്രായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ ആ കൊച്ചു പ്രായത്തിൽ പോലും നമ്മളോട് ഗുരുവിനുള്ള ഒരു സ്നേഹം, അത്രമാത്രം സ്നേഹവും നമ്മളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിക്കുക എന്ന് വെച്ചാൽ നമ്മളെ ഒരു കുട്ടി പ്രായത്തിൽ അത്രത്തോളം ആരും പരിഗണിക്കാത്തൊരു പ്രായത്തിൽ പോലും ഗുരു ഒരു വലിയ മുതിർന്ന വ്യക്തിയെ പോലെയാണ് നമ്മളെ പരിഗണിക്കുന്നത്. അപ്പോൾ ഗുരു കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹവും ഇതെല്ലാം എനിക്ക് മനസ്സിലാവുമ്പോൾ ഞാൻ ആദ്യകാലത്ത് ഞാൻ തെറ്റിദ്ധരിച്ചു. കാരണം ഗുരുവിന് എന്നോടാണ് സ്നേഹം, എന്നോട് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അമ്മയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് ഗുരു അമ്മയോടാണ് സ്നേഹം. കാര്യം അമ്മയ്ക്കൊരു പ്രത്യേക സ്നേഹം, അമ്മയ്ക്ക് പല പഴയ ഒരു വിശ്വാസ സ്വഭാവത്തിലായതുകൊണ്ട് ഗുരുവിൽ നിന്ന് ആ ഒരു പ്രത്യേക പരിഗണന കിട്ടിയിട്ടുമുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ഒരു പരിഗണന കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് ഗുരുവുമായിട്ടൊരു ബന്ധം ഉള്ള ഒരു കാര്യം. അപ്പോൾ നമ്മുടെ സഹോദരിയെക്കുറിച്ച് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, സഹോദരിക്ക് ഗുരുവുമായിട്ട് വളരെ പേഴ്സണലായിട്ടുള്ളൊരു ബന്ധം. എന്താന്ന് വെച്ചാൽ സഹോദരിക്ക് പരീക്ഷയ്ക്കും അല്ലെങ്കിൽ പല സമയത്തും ഗുരുവിനെ കണ്ടേ പറ്റുമോ, എങ്ങനെയെങ്കിലും പറഞ്ഞ് ചോദിച്ചു, ഗുരുവിന് സുഖമില്ലാത്ത സമയത്ത് പോലും എങ്ങനെയെങ്കിലും അവളെ ഒന്ന് അവിടെ കടത്തി വിടുന്നു. അപ്പോൾ അവൾ ചെന്ന് കാണുമ്പോൾ ഗുരു ഉടനെ തന്നെ അമ്മയെ ചോദിക്കുകയും അമ്മയ്ക്കും ഒക്കെ കാണാൻ പറ്റുന്നു. അതിനുശേഷം ഗുരുവിനോട് സംസാരിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഗുരുവുമായിട്ട് വളരെ ബന്ധം. അപ്പോൾ ഇനി ഞാൻ നോക്കുമ്പോൾ അച്ഛനോട് ചോദിക്കുമ്പോഴാണെങ്കിലോ, അച്ഛനെ കണ്ടു കഴിഞ്ഞാലും ഗുരു ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഗുരുവിനെ ഇങ്ങനെ വിളിച്ച് അച്ഛനോട് വളരെ കാര്യമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അച്ഛൻ വിചാരിക്കുന്നു അച്ഛനോടാണ് ഗുരുവിന് ഏറ്റവും അധികം സ്നേഹം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഈ ഗുരുവിനെ കാണാനൊക്കെ വന്ന് നിൽക്കുമ്പോൾ മോഹനേണ്ണനൊക്കെ അവസാന കാലത്ത് മോഹനേണ്ണനോടൊക്കെ അച്ഛൻ ഇങ്ങനെ പറയും, ഞാൻ വന്നിട്ടുണ്ടെന്ന് ഒന്ന് ഗുരുവിനോട് പറഞ്ഞാൽ മതി, ഗുരു അപ്പം തന്നെ വിളിക്കും. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഇവിടെ നമ്മൾ ലൈൻ നിന്നൊക്കെ തന്നെയാണ് കാണേണ്ടത്. അപ്പം അച്ഛൻ പറ, അല്ല എന്നോടൊരു പ്രത്യേക കാര്യമാണ്, ഗുരു ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗുരു വിളിക്കും, ഒന്ന് പറയൂ എന്ന് പറയും.
അങ്ങനെ ഞാനപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛ അങ്ങനെയല്ല, ഗുരുവിന് എല്ലാവരോടും സ്നേഹമാണ്. കാര്യം എനിക്കിത് മനസ്സിലായി, ഞാനിത് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരുടെ അടുത്തും ഒരു പ്രത്യേക സ്നേഹമുള്ള ഒരു അതെങ്ങനെ പെരുമാറുന്നെന്ന് നമുക്കറിയില്ല. എല്ലാവർക്കും തോന്നുന്നു അവരവരുടെ സ്വന്തമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അങ്ങനെയല്ല, ഗുരുവിന് എല്ലാവരുടെയും സ്നേഹമാണ്. അപ്പം അച്ഛൻ പക്ഷേ അവസാനം വരെ, അച്ഛൻ്റെ മരണം വരെയും ഗുരുവിന് അച്ഛനോടൊരു പ്രത്യേക സ്നേഹമുണ്ടെന്നാണ് അച്ഛൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഇപ്പം ആശയുടെ കാര്യം പറയുമ്പോൾ ആശയ്ക്ക് ഗുരുവുമായിട്ടുള്ളൊരു സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യവും ഒക്കെ നമ്മുടെ പരമ്പരയിലുള്ള പഴയ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആശയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആശയുടെ സ്വന്തം. അപ്പോൾ ആശയോട് തന്നെ ഗുരു ഒരു കാര്യം പറഞ്ഞിട്ടില്ല ആശ, അതായത് എങ്ങനെ മറ്റുള്ളവരോട് എന്താണ് സ്നേഹം, അങ്ങനെ എന്തോ ആശ ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഗുരു അത് ചെറുപ്പത്തിൽ എനിക്കിങ്ങനെ പറഞ്ഞു തന്നു. അതായത് ഗുരുവിന് ഇപ്പം എന്നോട് ഭയങ്കര സ്നേഹമാണ്, എനിക്ക് ഗുരുവിനോട് ഭയങ്കര സ്നേഹമാണല്ലോ. അപ്പോൾ അതൊരു മറ്റുള്ളവരോട് ഗുരു ആ സ്നേഹം കാണിക്കുമ്പോൾ അതിൽ അത് സന്തോഷത്തോടെ എല്ലാവരെയും ഗുരു സ്നേഹിക്കാനായിട്ട് നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിന് ഗുരു ഒരു കാര്യം പറഞ്ഞത്, അതിന് മുമ്പ് ഉള്ള ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞു അവർക്ക് പറ്റിയ എന്താണെന്ന് വെച്ചാൽ പിന്നീട് വരുന്നവരടുത്ത് ഗുരു അതേ സ്നേഹത്തോടെ ഇടപെടുന്നത് അവർക്ക് ഇഷ്ടമല്ല. അപ്പം അതിനൊരു തടസ്സം ചെയ്യാൻ അവർ ശ്രമിച്ചു. അതായത് ഗുരുവിൻ്റെ സ്നേഹം അവർക്ക് മാത്രം കിട്ടണം എന്നുള്ള ഒരു ചെറിയൊരു സ്വാർത്ഥത അവിടെ വന്നു. അങ്ങനെ വന്നാൽ നമ്മുടെ ആ വളർച്ച നമുക്കങ്ങ് നിന്നു പോകും. അപ്പോൾ ഗുരു അത് എനിക്ക് പറഞ്ഞു തന്നു. കാരണം ഞാൻ ഗുരുവിനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പം ആ സ്നേഹം കൊണ്ട് മറ്റുള്ളവരോട് ഗുരു സ്നേഹം കാണിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിഷമിക്കരുത്. അവരെ സ്നേഹിക്കാനായിട്ടുള്ള അവസരം നമ്മൾ യഥാർത്ഥ ശിഷ്യന് അങ്ങനെ ചെയ്തു കൊടുക്കണമെന്നാണ് ഗുരു പറഞ്ഞത്. എല്ലാവരെയും ഗുരു സ്നേഹിക്കണമെന്ന്. അത് നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ ഗുരുവിന് ഇങ്ങനെ എല്ലാവരോടും ഒരു പ്രത്യേക സ്നേഹം ഗുരുവിൽ നിന്ന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും പലരും നമ്മൾ ഓരോരുത്തരും വിചാരിക്കും നമ്മളോടൊരു പ്രത്യേക സ്നേഹം. ഇപ്പോൾ നമ്മളിപ്പോൾ അയൽവാസികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ സുഗതമ്മാവനോട് ഞാൻ സംസാരിക്കുമ്പോൾ സുഗതമ്മാവനെ സംബന്ധിച്ച് സുഗതമ്മാവൻ്റെ പേഴ്സണൽ ഗുരുവുമായിട്ട് അത്രയ്ക്ക് ബന്ധമാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ട് അത്രയ്ക്ക് പേഴ്സണലായിട്ടുള്ള ഒരു അടുപ്പത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ശിവരാമൻജിയുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഒരു ദിവസം ശിവരാമൻജിയോട് സംസാരിച്ചപ്പോഴാണ് ശിവരാമൻജിയും ഗുരുവും തമ്മിലുള്ള അപ്പം ഞാൻ വിചാരിച്ചത് ഓരോ വ്യക്തികളായിട്ട് അത്രയ്ക്ക് പേഴ്സണൽ ആയിട്ടുള്ള ബന്ധമാണ്. ഓരോരുത്തർക്കും തോന്നും ഗുരു അവരുടെ സ്വന്തമാണ്. അത്ര സ്നേഹമാണ് ഗുരു നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് തരുന്നത്. അതിനുശേഷം തുളസിയണ്ണനോട് സംസാരിക്കുമ്പോൾ അപ്പോഴാണ് എനിക്ക് തുളസിയണ്ണനും ഗുരുവും തമ്മിലുള്ള ബന്ധം, അത് ഒരു കുടുംബ ബന്ധം പോലെ തന്നെ വളരെ ആത്മബന്ധം, ഇത്രയും വലിയൊരു കഥ തന്നെ തുളസിയണ്ണനും ഗുരുവും തമ്മിൽ ഉണ്ടെന്നുള്ളത് ഞാൻ ഈ അടുത്ത കാലത്ത് ഇവിടെ വന്ന് താമസമായതിനു ശേഷമാണ് മനസ്സിലാക്കിയത്. അതിനുശേഷം ഇവിടെ വരുന്ന കാലഘട്ടത്തിൽ ആദ്യമായിട്ട് നമ്മുടെ സുകുമാരിയമ്മ അപ്പുറത്ത് പോയി കാണുമ്പോൾ സുകുമാരിയമ്മ, ഞാൻ വർഷങ്ങളായിട്ട് സുകുമാരിയമ്മ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആദ്യം മുതലുള്ള സുകുമാരിയമ്മയുടെ ചരിത്രം മൊത്തം എനിക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം വളരെ സ്നേഹത്തോടെ ഗുരുവുമായിട്ടുള്ള ബന്ധവും ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഗുരുവിനെ കുറിച്ച് ചിന്തിച്ചതെന്ന് വെച്ചാൽ ഇത്രയും വ്യക്തികൾക്ക് അവരുടെ സ്വന്തമായിട്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ ഒരു കുടുംബത്തിന്റെ ഭാഗമായിട്ട് മാറി ഗുരു. ആ രീതിയിലായിരുന്നു ഗുരുവിൻ്റെ ബന്ധം. അപ്പം അന്നത്തെ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അന്ന് ശിഷ്യപൂജയൊക്കെ കാണുമ്പോൾ, ആ കാലഘട്ടത്തിൽ ശിഷ്യപൂജയെ കാണുമ്പോൾ ഗുരുവിനോടൊപ്പം നിൽക്കുമ്പോൾ വളരെ ഭക്തി പുരസ്സരം നിൽക്കുന്നതൊക്കെ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊക്കെ നോക്കുമ്പോൾ നമ്മളോട് ഒരു സ്നേഹമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാര്യം അങ്ങനെ കാണുന്ന ഒരു അവസരം ഉണ്ടായിട്ടില്ല. ശിഷ്യപൂജയോട് ആ കാലഘട്ടത്തിൽ ഇന്ന് നിർമ്മല ജന്യൊക്കെ നിൽക്കുന്ന പോലെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേരോട് തിരക്കായിട്ട് സംസാരിക്കുന്നു, പല ആൾക്കാരോടും പലരുടെയും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു, വളരെ ബിസി ആയിട്ട് നിൽക്കുന്നു. നമ്മുടെ അച്ഛനോടൊക്കെ സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, അച്ഛനോടൊക്കെ സംസാരിക്കും. പക്ഷേ ഞാനൊക്കെ നോക്കുമ്പോൾ പല സമയത്തും നമ്മളെയൊന്നും നോക്കുന്നില്ല, കാണുന്നില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ ഗുരുവിനെ കാണുന്ന ഒരു സമയത്ത് ഗുരു ഒരു ദിവസം എനിക്കൊരു പഴം തന്നിട്ട് എന്നോട് അത് ഗുരുവിൻ്റെ മുമ്പ് വെച്ച് എന്നെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഗുരു വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എൻ്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി, ഇങ്ങനെ ഞാൻ കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞ് കഴിക്കുന്ന പോലെ വളരെ ഒരു സ്നേഹത്തോടെ. കാര്യം ഇത്രയും സ്നേഹത്തിൽ നമ്മളെ ആരും സ്നേഹിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നും. അങ്ങനെയുള്ളൊരു വാത്സല്യം അങ്ങനെ നോക്കുന്നതായിട്ട് കണ്ടു. ആ കണ്ണുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ ഇതേ കണ്ണുകൾ ഞാൻ പിന്നീട് ശിഷ്യപൂജയിൽ കണ്ടിട്ടുണ്ട്. കാരണം ഇതേപോലെ ഒരു സമയത്ത് എനിക്ക് ഒരു ഓറഞ്ച് തന്നിട്ട് എന്നോട് കഴിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഗുരു നോക്കുന്ന അതുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു.
അപ്പം ഞാൻ പറഞ്ഞു, ആ ചെറുപ്പത്തിൽ സന്യാസ സ്വഭാവത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമുക്കൊന്നും ഒരു പരിചയമില്ലായിരുന്നു, നമ്മൾ കണ്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ പിൽക്കാലത്ത് ഗുരു ആയുസങ്കല്പത്തിൽ ലയിച്ചതിന് ശേഷമാണ് പെട്ടെന്ന് ഒരു വേഷപ്പകർച്ച പോലെ ഗുരുവിൽ നിന്ന് കിട്ടുന്ന അതുപോലുള്ള ഒരു സ്നേഹം. അപ്പം അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൽ നമ്മളിങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഗുരുവിൽ നമ്മൾ കണ്ടിട്ടുള്ള അതേ സ്നേഹം, അതേ വൈബ്രേഷൻ അത് ഇതിനകത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു. ആ കണ്ണുകളിലും ആ ശരീരത്തിലും ആ ജീവനിലുമായിട്ട് അതിങ്ങനെ ഒളിച്ചിരിക്കുന്നു, ഗുരുവിൻ്റെ ആ വൈബ്രേഷൻ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അത് മനസ്സിലാക്കി എടുക്കുന്നതിലാണ് നമ്മുടെ ജീവൻ്റെ ഒരു ഭാഗ്യം ഇരിക്കുന്നത്. അത് പലർക്കും പഴയ തലമുറയിൽപ്പെട്ടവർക്ക് ആ ഗുരു എങ്ങനെയോ അതിനകത്ത് ലയിച്ചിരിക്കുന്ന ആ ഒരു വൈബ്രേഷൻ, ആ ഒരു സ്നേഹം അത് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ ആ പഴയ കാലഘട്ടത്തിലുള്ള നമ്മൾ സന്യാസ രൂപത്തിൽ കണ്ടിട്ടുള്ള ആ വ്യക്തിത്വത്തിനോട് എനിക്കും ബന്ധമില്ല. ഞാൻ നോക്കുമ്പോൾ ആ വ്യക്തിത്വമായിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കും വലിയ പരിചയമോ ബന്ധമോ ഒന്നുമില്ല. അന്ന് നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ പുതിയ വ്യക്തിത്വമാണ്. അപ്പോൾ പുതിയ വ്യക്തിത്വത്തിൽ നമ്മൾ ആ പഴയ വ്യക്തിത്വത്തെ അല്ല കാണുന്നത്. നമ്മളവിടെ ഗുരുവിനെ കാണാൻ എങ്ങനെയോ അത് ഗുരുകാരുണ്യം കൊണ്ട് തന്നെ. അതായത് രമണ മഹർഷി പറയും, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. എന്തോ ഒരു ഗുരുകാരുണ്യം കൊണ്ട് നമുക്ക് ആ ഗുരുവിൻ്റെ ആ കണ്ണുകൾ, ആ ഗുരുവിൻ്റെ ആ വൈബ്രേഷൻ കാണാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പോൾ ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചതിന് ശേഷം അഭിവന്ദ്യ ശിഷ്യപൂജിതയെ എങ്ങനെ കാണണമെന്ന് സത്യത്തിൽ എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ എനിക്ക് അഭിവന്ദ്യ ശിഷ്യപൂജിത എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ ഗുരു ശിഷ്യപൂജയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്കറിയാമെങ്കിൽ എങ്ങനെ ഇത് കാണണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് ശ്രീജിത്തിൻ്റെ കുറേ ബുക്സിൽ ശ്രീജിത്ത് ഇങ്ങനെ ഫസ്റ്റ് പേജിൽ, അന്ന് എത്ര വർഷങ്ങൾക്ക് മുമ്പിൽ ശ്രീജിത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഒബീസിയൻസ് ടു മൈ പരമഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരു, ഒബീസിയൻസ് ടു മൈ സദ്ഗുരു ശിഷ്യപൂജിത അമൃത ജ്ഞാന തപസ്വിനി എന്ന് ശ്രീജിത്ത് ഇങ്ങനെ എഴുതുമായിരുന്നു. അപ്പോൾ ഞാൻ ശ്രീജിത്തിനോട് ചോദിച്ചു, ശ്രീ എന്താ ഇങ്ങനെ എഴുതുന്നത്, അതായത് പരമഗുരു എന്നും സദ്ഗുരു എന്നും അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, ആദ്യ കാലഘട്ടത്തിൽ ഞാൻ ശ്രീജിത്തിനെ പരിചയപ്പെടുന്ന ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ ശ്രീജിത്തിനോട് ചോദിച്ചു, ഇതെന്താ അങ്ങനെ എഴുതുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് സത്യത്തിൽ പരമഗുരു എന്നും സദ്ഗുരു എന്നുള്ള ആ ഒരു കാര്യം തന്നെ എനിക്ക് പിടികിട്ടിയതും. പിന്നീടാണ് അപ്പോൾ അഭിവന്ദ്യ ശിഷ്യപൂജിത എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരയിലെ സദ്ഗുരു ആണ് എന്നെനിക്ക് സത്യത്തിൽ മനസ്സിലായത് ശ്രീജിത്തിൻ്റെ ആ ഒരു പുസ്തകത്തിലൂടെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ സദ്ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ഈ മനസ്സിൻ്റെ കണ്ടന്റ് മൊത്തം കണ്ടുകൊണ്ട് ഫ്രീ ആകണം. അപ്പോൾ ആദ്യകാലത്ത് ഗുരുവിനെ നമ്മളെല്ലാവരെയും ഒന്ന് സ്നേഹിച്ച് നിർത്താനേ കഴിഞ്ഞിട്ടുള്ളൂ. പൊതുസമൂഹത്തെ നമ്മൾ നോക്കുമ്പോൾ ക്ലോസ് ആയിട്ടുള്ളവരോട് പെരുമാറാൻ, ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ പെരുമാറുന്നത് ഒഴിച്ചാൽ പൊതുസമൂഹത്തോട് ഇങ്ങനെ സ്നേഹിപ്പിച്ച് അടുപ്പിച്ച് നിർത്താനേ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ തലമുറയിൽ നമുക്കൊരു പരമ്പരയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ അല്ലെങ്കിൽ ഗുരു എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഗുരു മനസ്സിന് എതിരാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വളർന്നിരിക്കണം. അതായത് മനസ്സിനെ നിരാകരിച്ചുകൊണ്ട് ആ സത്യത്തിലേക്ക് പരിണമിക്കാൻ നമ്മൾ വളർന്നില്ലെങ്കിൽ ഗുരുവിന് മനസ്സെതിരാണ്. മനസ്സെപ്പോഴും ഗുരുവിന് എതിരായിട്ട് വരാനും, അപ്പോൾ നമുക്ക് മനസ്സിൻ്റെ അടിഞ്ഞുകൂടിയിരിക്കുന്ന സകല അൺകോൺഷ്യസ് ടെൻഡൻസികളെയും വാസനകളെയും അതിൻ്റെ ചിന്തകളെയും ജലസികളെയും ഹിപ്പോക്രസികളെയും പരാതികളെയും ഇതിനെല്ലാം കണ്ട് ഈ സദ്ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഇതിനെ കണ്ട് ആ സദ്ഗുരുവിൻ്റെ വെളിച്ചം കൊണ്ട് നമ്മൾ വേർതിരിഞ്ഞോളണം. ആ രീതിയിൽ നമ്മൾ പരിണമിച്ചോളണം. അല്ലെങ്കിൽ ഗുരു എപ്പോഴും പറയും, ഗുരുവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഈ മാലിന്യങ്ങളും അഴുക്കുകളുമായിട്ടുള്ള എല്ലാം കൂടെ നമ്മൾ മിറർ പോലെ, കണ്ണാടി പോലെ കണ്ടിട്ട് നമ്മൾ അതും സങ്കല്പിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ രീതിയിൽ പരിണമിച്ചു പോകും. അപ്പോൾ ഈ മാലിന്യങ്ങളും ഈ അഴുക്കുകളും നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ഇളകിയിരിക്കുന്ന എല്ലാം നമ്മൾ കണ്ണാടി പോലെ കാണുമ്പോൾ അതെല്ലാം സമർപ്പിച്ച് ശുദ്ധമായി പരിശുദ്ധമായി സ്നേഹമായിട്ട് നമ്മൾ തെളിഞ്ഞു പോകണം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് എല്ലാം വളരെ പോസിറ്റീവായിട്ടും സാത്വികമായിട്ടും ചിന്തിക്കുകയാണെങ്കിൽ ആ സാത്വികമായിട്ടുള്ള ഒരു അഹന്തയുടെ വശത്ത് നിൽക്കുകയാണ്. താമസികമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ല, അകത്ത് ഒളിച്ചിരിക്കുകയാണ്. ഇനി അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു വിഷമിച്ച് ദുഃഖിച്ച് നിരാശയിൽ ഇരുന്നിട്ട് കാര്യമില്ല. അതിൻ്റെ സാത്വികമായിട്ടുള്ള ഓപ്പോസിറ്റ് വശമുണ്ട്. ഇത് രണ്ടിനെയും നമ്മൾ കഴുകിക്കളഞ്ഞ് മോചിതനാകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഹോൾ കണ്ടന്റ്, അതായത് നമ്മുടെ കർമ്മഗതി, നമ്മുടെ ഒരു ചിത്തവൃത്തികളും കർമ്മഗതികളും ആയിട്ട് അടിഞ്ഞു കൂടിയിരിക്കുന്ന ഹോൾ കണ്ടന്റിൻ്റെ ഒരു ഓട്ടോമാറ്റിക് റോബോട്ട് പോലെ നമ്മൾ ജീവിക്കുമ്പോൾ, മെക്കാനിക്കലായിട്ട് ജീവിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു പെർസെപ്ഷൻ, ഒരു കാഴ്ച വരണം, ഒരു സീയിങ് ഉണ്ടാവണമെന്ന് കൃഷ്ണമൂർത്തി പറഞ്ഞത്. എങ്ങനെ ഉണ്ടാവും? അതിന് എന്തുമാത്രം എനർജിയുടെ ആവശ്യമുണ്ട്. കാരണം നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ നമ്മുടെ എനർജി മൊത്തം ഇങ്ങനെ പലതരത്തിലുള്ള ചിത്തവൃത്തികളിൽ മുഴുകിയിരിക്കുമ്പോൾ, നമ്മൾ അറിഞ്ഞതും അറിയാത്തതും അൺകോൺഷ്യസ് ആയിട്ടൊക്കെ ഉള്ള ചിത്തവൃത്തികളിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ എനർജി മൊത്തം പോയിരിക്കുമ്പോൾ എങ്ങനെ ഈ കാഴ്ച ഉണ്ടാവും? ഇപ്പം ഞാൻ കാണണമെന്നുള്ളതല്ല, ഒരു വ്യക്തി, ഞാനും ഈ ചിത്തവൃത്തികളുടെ ഭാഗമാണ്.
ഈഗോ ആയിട്ടുള്ള ഞാനും ഈ ചിത്തവൃത്തികളുടെ ഭാഗമാണ്. ആ ഞാൻ കണ്ടിട്ട് കാര്യമില്ല. ഈ ഞാനിന് തന്നെയാണ് ഓരോ സമയത്തും ജലസിയും ഗ്രീഡും വയലൻസും ദേഷ്യവും പകയും കാമക്രോധ ലോഭങ്ങളും എല്ലാം വരുന്ന ഈ ഞാൻ തന്നെയാണ് ഓരോ സമയത്തും. അപ്പോൾ ഈ ഞാൻ കണ്ടിട്ട് കാര്യമില്ല, ഈ ഞാനും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ കോൺഷ്യസ്നെസ്സിൽ ഹോൾ ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ടാവണം. ഈ പെർസെപ്ഷൻ ഉണ്ടാവണമെങ്കിൽ എനർജി ഈ ഇതിൽ നിന്നെല്ലാം സ്വതന്ത്രമാണ്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം, കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഹാങ് ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പല വർക്കുകളും നടക്കുന്നുണ്ട്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ക്ലോസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ചിത്തവൃത്തികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എനർജി ഇല്ല, ഇതൊന്നും കാണാനുള്ള പെർസെപ്ഷൻ ഇല്ല. അപ്പം നിരന്തരമായിട്ടുള്ള സത്സംഗം കൊണ്ടും ഗുരു ശുശ്രൂഷ കൊണ്ടും ഈ കർമ്മഗതികളിൽ നിന്ന് മോചനം നേടണം എന്നുള്ളതാണ്. ഗുരു ശുശ്രൂഷ, ഭാരതീയ ആത്മീയ ശാസ്ത്രങ്ങളിൽ മനുഷ്യന് മോചനം നേടാനായിട്ട് ഗുരു ശുശ്രൂഷ, ഒരു സദ്ഗുരുവിനെ കണ്ടെത്തി ഗുരു ശുശ്രൂഷയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. ആ ഗുരു ശുശ്രൂഷ കൊണ്ട് നമ്മൾ ആ കർമ്മഗതികളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്നും എല്ലാം മോചനം നേടി സത്സംഗം കൊണ്ട്, നിരന്തരമായിട്ടുള്ള സത്സംഗം കൊണ്ട് ആ എനിമിയായിട്ടുള്ള മനസ്സ് നെഗറ്റീവായിട്ട് കാണിച്ചു തരുന്നതിനെല്ലാം കണ്ട് ക്ലിയറായി ഹോൾ പെർസെപ്ഷൻ വന്ന് ഒരാൾ ഫ്രീ ആവണം. അപ്പോൾ ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഗുരുമാർഗത്തിൽ വരുമ്പോൾ എസ്പെഷ്യലി എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന സംശയങ്ങളും പ്രോബ്ലങ്ങളും. അപ്പോൾ ഈ ഗുരു ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ട് ഗുരുവിനെ ശുശ്രൂഷിക്കുന്നത് മാത്രമല്ല, അത് ഏറ്റവും പവിത്രമായിട്ടുള്ള കാര്യം. അതിനേക്കാളൊക്കെ ഉപരി എല്ലാ പ്രവൃത്തിയും ഗുരു ശുശ്രൂഷയായിട്ട് നമ്മൾ മാറ്റണമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എവിടെ പ്രവർത്തിക്കുമ്പോഴും, അത് ഓഫീസിലായാലും വീട്ടിലായാലും സ്ഥാപനങ്ങളിലായാലും യൂണിറ്റിലായാലും എവിടെയായാലും അത് ഗുരു ശുശ്രൂഷ പോലെ നമ്മൾ പവിത്രമായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ഈ ഫാൾസ് ആയിട്ടുള്ള ഞാനെന്ന് പറയുന്ന ഈ അഹന്തയായിട്ടുള്ള ഞാനിന്ന് നമ്മുടെ എല്ലാ പ്രവൃത്തിയും അങ്ങനെ ഗുരു ശുശ്രൂഷയായിട്ട് മാറ്റുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ് ഫ്രീ ആയി ട്രൂ ആയിട്ടുള്ള സത്യമായിട്ടുള്ള ഞാൻ, അകത്തിരിക്കുന്ന ഒറിജിനലായിട്ടുള്ള ഞാൻ തെളിഞ്ഞു വരും. ഇപ്പോൾ ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ് എന്ന് ജീസസ് പറഞ്ഞപ്പോൾ ഐ ആം, ആ യഥാർത്ഥമായിട്ടിരിക്കുന്ന ആ സത്യം, ദാറ്റ് ഈസ് ഗോഡ് എന്നുള്ളത് നമ്മൾ ഓമായിട്ടിരിക്കുന്ന സത്യം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് ഫ്രീ ആയിരിക്കണം, സ്റ്റില്ലാവണം, എല്ലാ ചിത്തവൃത്തികളിൽ നിന്നും മോചനം നേടണം. അപ്പോൾ ഇതിനാണ് ഉള്ള ഉപായം. അങ്ങനെ സ്റ്റില്ലാകുമ്പോൾ ജീസസ് അടുത്ത വാചകം പറഞ്ഞു, മൈ ഫാദർ ആൻഡ് ഐ ആർ വൺ എന്ന്. അതായത് ഈ ഫാൾസ് ഞാൻ എല്ലാം പോയി കഴിയുമ്പോൾ, പിന്നെ ആ ഫോൾസ് ഞാൻ എല്ലാം പോയി കഴിയുമ്പോൾ, ഇപ്പോൾ ചില യോഗികളൊക്കെ ചെയ്യുന്ന പോലെ കംപ്ലീറ്റ് സമാധി ആയി കഴിഞ്ഞാൽ അവിടെ ഗുരു ഇല്ലെങ്കിൽ ഈ ശൂന്യതയിലാണ് പോകുന്നത്, ശൂന്യതയിൽ മനസ്സ് ലയിക്കുന്നു. അപ്പോൾ ഗുരു ഉള്ളവനെ സംബന്ധിച്ച് മൈ ഫാദർ ആൻഡ് ഐ, ആ ഫാദർ ഗുരു ട്രൂ ആയിട്ടുള്ള ഐ, ഇത് ഒന്നായിട്ട് ചേരാനുള്ള ഒരവസരം. അപ്പോൾ ആ ഗുരുവിലേക്ക്, സത്യമായിട്ടുള്ള ആ പരമ്പൊരുളിലേക്ക് ലയിച്ച് ചേരാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഇങ്ങനെ പരിണമിക്കണമെങ്കിൽ ഈ ഗുരു മാർഗത്തിൻ്റെ പ്രസക്തി. അപ്പോൾ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ചിത്തവൃത്തികളിൽ മെൻ്റൽ വേൾഡിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമ്പോൾ ആ വേൾഡിൽ നിന്ന് സ്വതന്ത്രമായി അവൻ്റെ യൂണിവേഴ്സൽ വേൾഡിലേക്ക്, ആ സകലത്തിലേക്കും വ്യാപിക്കുന്നതായിട്ട് മനസ്സ് അത്രയും വികസിച്ച് ഈ വേൾഡിനെ അവൻ്റെ ആത്മാവിൽ ലയിപ്പിച്ച് ആ ആത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിക്കുന്ന ഒരു പരിണാമം. ഇത്രയും വലിയ ഒരു പരിണാമത്തിലേക്ക് ഓരോ വ്യക്തികളും സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന അതിനനുസരിച്ച് പരിണമിച്ച് വന്നില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളും സംശയങ്ങളും പരാതികളുമായിട്ടൊക്കെ പോകും. അപ്പോൾ ആ ഒരു കറക്റ്റ് പരിണാമത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞിരിക്കും. നമുക്ക് അല്ലെങ്കിൽ അതിനെല്ലാം നേരിടാനുള്ള, അതിനെയൊക്കെ അതിവർത്തിച്ച് പോകാനുള്ളൊരു വഴിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഓരോരുത്തരും സംസാരിക്കുന്ന അവരവരുടെ ലോകത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഓരോ വ്യക്തികളും, ഇപ്പോൾ നമ്മൾ പറയും ഓരോ വ്യക്തികളും ഓരോ സ്റ്റേജിൽ ലയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ ബോധ തലങ്ങളിൽ ഉണർന്നിരിക്കുകയാണ്. ഇപ്പോൾ ചിലർ ഇപ്പോൾ നിരീശ്വരവാദം പറയുന്നു. അപ്പോൾ അതിനകത്തുള്ള ഒരു വേൾഡ് അവർ വർണ്ണിക്കുമ്പോൾ അത് അവരുടെ വേൾഡാണ്, അവരുടെ മനസ്സിൻ്റെ ആ ലോകത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജീവിതം വേണോ, അത് നമ്മൾ തീരുമാനിക്കണം. ചിലർ കാവ്യാത്മകമായി പൊയറ്റിക്കായിട്ട് പറയുമ്പോൾ അവർ ലയിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് സംസാരിക്കുകയാണ്. ചിലർ ആത്മീയമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ലയിച്ചിരിക്കുന്ന, അങ്ങനെ ഓരോ വ്യക്തികളും അവരവർ ലയിച്ചിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഓരോ വ്യക്തികളും അവരവരെവിടെ ലയിച്ചിരിക്കുന്നോ, അവരവരേത് ഭാവത്തിൽ ലയിച്ചിരിക്കുന്നോ അതുമായിട്ട് യോജിച്ച ഒരു ലോകം. അപ്പോൾ ഏത് ലോകം നമ്മൾ സ്വീകരിക്കണം, നമ്മുടെ ലോകം, നമ്മൾ മിസറബിളായിട്ട് നമ്മൾ ഏത് തലത്തിൽ ലയിച്ചിരിക്കുന്നോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ കഥ. അപ്പോൾ ഈ ഓരോ തലത്തുനിന്ന് ഉണർന്ന് പോയാൽ മാത്രമേ ഈ പറയുന്ന കണക്കൊരു ഫ്രീ ആയിട്ടുള്ള, ശാന്തി ആയിട്ടുള്ള, സ്നേഹമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. അപ്പം
നമ്മൾ ഏത് കഥയെ വിശ്വസിക്കണം, ഏത് കഥയിലേക്ക് പരിണമിക്കണം, ഇതൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതുണ്ട്. ഓരോരുത്തരും പറയുമ്പോൾ, ഇപ്പോൾ ഈ ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുമ്പോൾ ഈ ശരിയും തെറ്റും ഒക്കെ ഓരോരുത്തരുടെ ഭാവന പോലെ ഇരിക്കും. യഥാർത്ഥ സത്യം ഞാൻ ഈ പറഞ്ഞതിനൊക്കെ പറയണമെങ്കിൽ അവസാനം ഈ പറയുന്ന എല്ലാത്തിനെയും നിരാകരിച്ചുകൊണ്ട് ആ സത്യമാകുന്ന കംപ്ലീറ്റ് മൈൻഡാകുന്ന സകല കഥകളെയും പുരാണങ്ങളെയും നമ്മുടെ ഭാവനകളെയും ദർശനങ്ങളെയും എല്ലാം മാറ്റിവെച്ചിട്ട് സത്യത്തെ ദർശിക്കാനുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ മഹാന്മാർ പറഞ്ഞതും ഈ എഴുതി വെച്ചതും കേട്ടതും ഒക്കെ നമ്മൾ നിരാകരിക്കേണ്ടി വരും. ഇപ്പം ഞാൻ പറയുന്ന അതാണ് ഞാൻ പറയുന്നത്, ശരി തെറ്റെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈവൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പോലും അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റാകാൻ ശരിയാകും. കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുമ്പോൾ നമ്മളത് പറയുന്നത് തെറ്റാകാൻ ശരിയാകും. അതുകൊണ്ട് തന്നെ ആരും പറയുന്നത് എടുക്കാനല്ല, ഇതിൻ്റെ പ്രയോജനം മനസ്സിലാക്കി ഇതിലേക്ക് പരിണമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഓഷോ എന്ത് പറഞ്ഞു, കൃഷ്ണമൂർത്തി എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞു, ഏത് മതങ്ങൾ എന്ത് പറയുന്നു, മറ്റതല്ല. നമ്മൾ ഇതിനകത്തുള്ളൊരു പാത്ത് മനസ്സിലാക്കി അതിനകത്തേക്ക് പോകുമ്പോൾ അവസാനം നമുക്ക് ആര് പറഞ്ഞതും ഈവൻ അവനവൻ പറയുന്നതും അവനവൻ അനുഭവിച്ചത് പോലും വേണ്ട. ആ സ്വയം പ്രകാശമായിരിക്കുന്ന ആ അറിവിൽ അത് സ്വയം അറിവായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒന്നും മനസ്സിൻ്റെ ഒരു അറിവും വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് പോലും ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ സമ്പൂർണ്ണമായിരിക്കുന്ന ആ വെളിച്ചത്തിൻ്റെ ഭാഗത്ത്, അവയർനെസ്സിൻ്റെ ഭാഗത്ത് എനിക്ക് പോലും എൻ്റെ അറിവിൻ്റെ ആവശ്യമില്ല. എനിക്കിത് സംസാരിക്കുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ അറിവിൻ്റെയും ഈ ലോജിക്കിൻ്റെയും ബുദ്ധിയുടെയൊക്കെ ആവശ്യം. അപ്പോൾ വളരെ ലോജിക്കലായിട്ട് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പലരും പറയുമ്പോൾ അത് അവരുടെ ലോകം, അവർ ലയിച്ചിരിക്കുന്ന മനസ്സിൻ്റെ ലോകം വെച്ചിട്ടാണ് അവർ അത്രയേ ഉള്ളൂ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ഒരു ഡള്ളായിട്ടുള്ള ലോകം മതിയെന്നുള്ളവർക്ക് അങ്ങനെ പോകാം. ഇനി വേറൊരാൾ വന്ന് ഇങ്ങനെയുള്ളൂ, ഇത്രയാണ്, അതാണ്, ഇതാണ്, ഇനി യോഗമാണ്, ശാസ്ത്രമാണ്, ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളെല്ലാവരും പറയുന്നത് അവരവരുടെ സ്റ്റോറിയാണ്. ഇനി മഹാഗുരുക്കന്മാർ പോലും പറയുന്ന അവരുടെ സ്റ്റോറിയാണ്. അവരുടെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ അവരുടെ ലോകത്ത് അവർ വികസിച്ച അവസ്ഥയിലുള്ള ഒരു സ്റ്റോറിയാണ്. യഥാർത്ഥ സ്റ്റോറി അറിയാൻ നമ്മൾ നഗ്നപാതനായി പൂർണ്ണമായി ആയ ഒരു മനസ്സോടെ ഒരു ഗുരുവിൻ്റെ ആ കോൺഷ്യസ്നെസ്സിലേക്ക് ലയിച്ചു ചേരുമ്പോൾ മാത്രമേ അത് മനസ്സിലാവൂ. അതുകൊണ്ട് പലതരം സ്റ്റോറികൾ ഇവിടെയുണ്ട്. അതിനകത്ത് ഏത് വിശാലമായ, ഏത് നന്മയുള്ള, ഏത് തെളിച്ചമുള്ള കാര്യം എടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയണോ അല്ലെങ്കിൽ പറയണ്ടേ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കും പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഞാൻ പിന്നെ മനസ്സിലാക്കി, നമ്മുടെ വേൾഡിലുള്ള, എൻ്റെ വേൾഡിൽ കാണുന്ന ഒരു കഥ ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അത് ഒരു പൂവിൻ്റെ മണം പ്രചരിക്കുന്ന പോലെ എൻ്റെ വേൾഡിൽ ഞാൻ കാണുന്ന ഒരു മണം, അതിൻ്റെ ഒരു കഥ, അതിൻ്റെ ഒരു സൗഭാഗ്യം, അതിൻ്റെ ഒരു ശാന്തി, അതിൻ്റെ ഒരു വെളിച്ചം, അത് ഞാൻ പറയുന്നു. അതിനുശേഷം എൻ്റെ കഥയ്ക്ക് അപ്പുറത്തുള്ള നിശബ്ദമായ, എനിക്ക് പറയാൻ പറ്റാത്ത ഒരു ഭാഗത്തേക്ക് നമ്മൾ പരിണമിക്കണമെന്നും പറയുന്നു. അത് ഗുരുവാകുന്ന വാതിലിലൂടെ നമ്മൾ പ്രവേശിച്ച് തിരിച്ചറിയണമെന്നും ഞാൻ പറയുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നു. എന്നാൽ ഇതുപോലെ പല രീതിയിലുള്ള കഥകൾ ഓരോരുത്തരുടെയും അവനവൻ്റെ വേൾഡിനകത്ത് നടക്കുന്ന പല കഥകൾ ഞാൻ കേൾക്കാറുണ്ട്, പലരോടും ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ പലരും ഇതുപോലുള്ള പല കഥകളും പറയുന്നു. അപ്പോൾ ഈ ഏത് കഥ നമ്മൾ വിശ്വസിക്കണം? ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിലായാലും പഴയ സ്വഭാവത്തിലൊക്കെ ഉള്ളവർ പല കഥകളും പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആശ്രമ സ്വഭാവത്തിൽ പരിണമിച്ച് വരുമ്പോൾ ഈ കഥയെ മാറ്റിയില്ല? നമ്മുടെ ഒരു തിരക്കഥയാണ്, നമ്മുടെ കണ്ടന്റ്, കോൺഷ്യസ്നെസ്സിൻ്റെ കണ്ടന്റ് നമ്മളെ ഇല്ല കളിപ്പാവയെ പോലെ നൂലിൽ ആടുന്ന പോലെ നമ്മളായിട്ട് ആട്ടുകയാണ്. പല പിതൃക്കളും പല ശക്തി വിശേഷങ്ങളും ഇതെല്ലാം നമ്മളായിട്ട് നൂൽപ്പാവ കളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കാതെ പലരും പല കഥകളും പറയുന്നു, പല രീതിയിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ പറയുന്നു. അപ്പോൾ ഇതിലെന്താണ് നമ്മൾ എടുക്കേണ്ടത്? നമ്മൾ തന്നെ നമ്മുടെ കഥയെ മാറ്റണം, നമ്മുടെ കർമ്മഗതിയെ, തിരക്കഥയെ മാറ്റണം. നമ്മുടെ കഥ ഇനി അഥവാ മോശമാണെങ്കിൽ പോലും ഒരു ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ നല്ലതും ചീത്തയൊക്കെ ഇളകി വരുന്നു. അപ്പോൾ നമുക്ക് ഈ കഥാർസിസിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ ഓഷോ നടത്തിയ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കഥാർസിസ് അല്ലെങ്കിലും ഏത് ഗുരുശിഷ്യ ബന്ധത്തിലൂടെ വരുമ്പോഴും ചില കഥാർസിസിലൂടെ അകത്തുള്ള ഈ അൺകോൺഷ്യസ് ഇളകി വരുമ്പോൾ നമ്മൾ ഈ കഥകളെ, കണ്ടന്റിനെ നമ്മൾ മാറ്റണം. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഉയരണോ, ആരോഗ്യമുണ്ടാകണമോ, മറ്റ് ലക്ഷ്യങ്ങളോ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നന്മയോ, ശാന്തിയോ, ഐശ്വര്യമോ, സന്യാസമോ, എന്ത് കാര്യമാണോ നമുക്ക് കഥയായിട്ട് വേണ്ടത്, ആ കഥയെ ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് ഡെവലപ്പ് ചെയ്യാനുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പം നമ്മുടെ തിരക്കഥ, നമ്മുടെ കണ്ടന്റ് എത്ര മോശമാണോ ആ മോശമായ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് നല്ല തിരക്കഥ നമുക്ക് രചിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഈ മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കഥകൾ ഇങ്ങനെ പറയുന്ന ആൾക്കാർ പറയുന്നത് കേട്ട് അതൊരു പ്രത്യേക വൈബ്രേഷനാണ്. ഓരോരുത്തരും ഓരോ അവസ്ഥയിൽ ഉണർന്നിരിക്കുകയാണ്, ഓരോ പ്രശ്നങ്ങളിൽ ഉണർന്നിരിക്കുകയാണ്, ഓരോ പ്രോബ്ലങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം ഒരു ചിത്തവൃത്തിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പ്രശ്നങ്ങളല്ലാത്ത പോസിറ്റീവായ നല്ല നല്ല കഥകളും
കഥകളും തിരക്കഥകളും എങ്ങനെ രചിക്കണമെന്നും സമ്പത്തിൻ്റെ വൈബ്രേഷനിലേക്ക് പോകണമെങ്കിൽ ഏത് രീതിയിൽ പുണ്യം ആർജിക്കണമെന്നും ഏത് എനർജി കൊണ്ടൊരു കുതിച്ചുചാട്ടം നടത്തണമെന്നും ഏത് ഉണർവിൽ വരണമെന്നും ഇതെല്ലാം ഗുരുവിൻ്റെ അടുത്തുനിന്ന് പഠിക്കുന്നു. കാര്യം ഓരോ ചിത്തവൃത്തിയിലൂടെ ഓരോ അനുഭവങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോ കഥകൾ, നമ്മുടെ കഥകളെല്ലാം മാറ്റി നമ്മൾ പുതിയ പുതിയ കഥകളിലേക്ക് പരിണമിക്കണമെങ്കിൽ എന്ത് തരം എനർജി വേണം, എന്ത് തരം ഊർജ്ജ സ്വഭാവത്തിൽ നമ്മൾ അവിടെ ജമ്പ് ചെയ്യണം. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ തന്നെ കിടക്കാനേ പറ്റൂ. അപ്പോൾ ഇവിടെ പഴയ ആൾക്കാരാവട്ടെ, സന്യാസ സ്വഭാവത്തിലാവട്ടെ, പല വ്യക്തികളാവട്ടെ ഈ ഗുരുവിൻ്റെ വാക്കനുസരിക്കാതെ, അല്ലെങ്കിൽ ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചതിന് ശേഷം ഈ ഗുരുവിൻ്റെ ആ സ്ഥൂലഭാവത്തിലുള്ള ശരീരത്തിൽ നിന്ന് നമ്മുടെ മുന്നിൽ നിന്ന് മാഞ്ഞെങ്കിലും സൂക്ഷ്മഭാവത്തിൽ ഇത് ഗുരുവിൻ്റെ ആശ്രമമാണ്, അല്ലെങ്കിൽ എക്കാലവും ആ ശക്തി പ്രവഹിക്കും, അല്ലെങ്കിൽ ആ ഒരു കാഴ്ച ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ, ഇപ്പോൾ അറിഞ്ഞൂടാത്ത സമയത്ത് ഗുരു അതെല്ലാം ക്ഷമിച്ചു. ഇത് അറിഞ്ഞൂടാത്ത ഒരു സമൂഹമുണ്ട്, പക്ഷേ ഇത് ഏതെങ്കിലും വഴി കൂടെ പല വഴി കൂടെ ഗുരു ഇത് അറിയിക്കുകയാണ്. ഗുരു എക്കാലം ഇവിടെ ഉണ്ട്, ഗുരു ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇവിടെ നിൽക്കുന്ന അകത്ത് നിൽക്കുന്നവരും പുറത്ത് നിൽക്കുന്നവരും സംസാരിക്കുന്നതും പെരുമാറുന്നതും ഇതെല്ലാം ആ സത്യമായിട്ടുള്ള ഗുരു കാണുന്നുണ്ട് എന്നുള്ള ബോധമുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന കഥകൾ പറയില്ല. നമ്മൾ ഈ നമ്മുടെ തലയിലൂടെ പ്രവർത്തിക്കുന്ന ഈ പൈശാചികങ്ങൾ പറയുന്ന കഥകൾ പിന്നെ നമ്മൾ പറയില്ല. നമ്മൾ ഗുരുവിനെ സ്വാംശീകരിച്ചുകൊണ്ട് നല്ല കഥകൾ നമ്മൾ രചിക്കും. നമ്മൾ പ്രാർത്ഥന കൊണ്ട്, സങ്കല്പം കൊണ്ട് പുതിയ കഥകൾ രചിക്കും. എന്നിട്ട് ആ പുതിയ കഥകൾ പറയും. ആത്മീയനായ വ്യക്തി ഈ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കഥകളൊന്നും പറയാതെ അവൻ പറയും പുതിയ കഥ രചിക്കും. എല്ലായിടത്തും അവൻ്റെ യൂണിറ്റിലും സ്ഥാപനങ്ങളിലും എല്ലായിടത്തും പോയി ഗുരു ശുശ്രൂഷ പോലെ അവൻ മറ്റുള്ളവരെന്ത് ചെയ്യുന്നോ, ആരെന്ത് ചെയ്യുന്നോ, അധികാരി എന്ത് ചെയ്യുന്നോ മറ്റൊന്നുമല്ല, അവൻ രചിക്കും. ഓരോ വ്യക്തികളും ഓരോ സ്ഥലത്തും പുതിയ കഥകൾ രചിച്ചുകൊണ്ട് ആ ഗുരു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, സൂക്ഷ്മഭാവത്തിൽ ഗുരു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന ബോധത്തോടെ അവൻ രചിക്കും. അപ്പോൾ ഗുരു ഇത് കാണുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഗുരു എങ്ങും പോയിട്ടില്ല. ഞാൻ നിങ്ങളിൽ എല്ലാവരിലും എല്ലാമായിട്ടുണ്ട് എന്ന് ഗുരു പറഞ്ഞപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഗുരു എങ്ങും പോയിട്ടില്ല. ഇപ്പോൾ ശിഷ്യഭൂതയിലൂടെ ദർശനമാകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അകത്ത് ഭാവത്തിൽ ദർശനമാകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലൂടെ ഗുരുവിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മഭാവത്തിൽ ഗുരു നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഗുരു ഉണ്ട് എന്നുള്ള ഒരു ഭാവം. അപ്പോൾ ഓരോരുത്തരും ഗുരു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണോ സംസാരിക്കുന്നത്? ഈ പഴയ പല വ്യക്തികളും ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് സ്ഥിരമായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഗുരു ഉണ്ട്, അല്ലെങ്കിൽ ഗുരുവിനെ സ്വപ്നത്തിൽ സാക്ഷാത്കരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്വപ്ന മനസ്സിൽ തന്നോടൊപ്പം ഗുരു ഉണ്ടോ? ഗുരു നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടോ? നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള സംസാരിക്കുമ്പോൾ ഗുരു ഇത് സംസാരിക്കാൻ അനുവദിച്ചിരുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ തിരുത്ത് നമ്മുടെ സാങ്കല്പിക ലോകത്ത് നിന്ന് നമ്മൾ തന്നെയല്ലേ കൊണ്ടുവരേണ്ടത്? ഇനി ആര് തെറ്റിച്ചാലും, ഇനി ലോകം മൊത്തം തെറ്റിച്ചാലും നമ്മുടെ സങ്കല്പ ലോകത്ത് നിന്ന് നമ്മളല്ലേ ഇത് കൊണ്ടുവരേണ്ടത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും അത് സംസാരിച്ചും ചിന്തിച്ചും പ്രവർത്തിച്ചും ഇത് കൊണ്ടുവന്ന് ഗുരു ശുശ്രൂഷ അത് അവനവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആ ഗുരു ശുശ്രൂഷയായി കൊണ്ടുവന്ന്, പോസിറ്റീവായി കൊണ്ടുവന്ന്, അത് സാമ്പത്തികമോ ഐശ്വര്യമോ മറ്റെല്ലാ പോസിറ്റിവിറ്റിയും ആരോഗ്യവുമായിട്ട് മാറ്റേണ്ട കടമ നമുക്കാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കിതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം.